സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് തെന്മലയിലുള്ള അമ്പനാട് എസ്റ്റേറ്റിലെ ബ്രിട്ടീഷ് ബംഗ്ലാവിലെ കാഴ്ചകളാണ്. ഞാൻ യൂട്യൂബിൽ പല സ്ഥലത്തും നോക്കിയപ്പോൾ ഈ ബ്രിട്ടീഷ് ബംഗ്ലാവിൻ്റെ കാഴ്ചകളൊന്നും അധികം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ രാവിലെ ഒരു 7 മണിക്ക് ശേഷമുള്ള കാഴ്ചകളാണ്. നമ്മൾ തലേന്ന് വന്നതാണ്. തലേന്ന് നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു. കോടമഞ്ഞൊക്കെ നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റി. ഇതിപ്പോൾ രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ്. നല്ല തണുപ്പാണ് കേട്ടോ. രാവിലെയൊക്കെ നല്ല തണുപ്പാണ്. മാത്രമല്ല നല്ല നല്ല വ്യൂ ആണ്. നമുക്ക് മനസ്സിന് നല്ല കുളിർമ ഉണ്ടാകുന്ന തരത്തിലുള്ള കാഴ്ചകളാണ്. രാവിലെ ഇവിടെ നല്ല അതായത് മൃഗങ്ങളുടെയൊക്കെ സാന്നിധ്യം ഉണ്ട്. ഈ പറഞ്ഞ വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ. അതുപോലെ തന്നെ പക്ഷികളും മയിലൊക്കെ ഈ പറഞ്ഞ പോലെ ഇവിടെയൊക്കെ വന്ന് നിൽക്കും. മയിൽ അതുപോലെ തന്നെ വേറെ ഈ പറഞ്ഞ കുരങ്ങുകളാണെങ്കിലും അതായത് കാട്ടുകുരങ്ങാണെങ്കിലും മരയണ്ണാനൊക്കെ ഉണ്ട് ഇവിടെ. ആനയുടെ ശല്യം ശരിക്കുണ്ട്. ഈ ബ്രിട്ടീഷ് ബംഗ്ലാവിൻ്റെ വെളിയിലൊക്കെ ആനയുടെ ശല്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഒരു പൂൾ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഹേഡേ റിസോർട്ടുകാരാണിത് നടത്തിക്കൊണ്ട് പോകുന്നത്. ഇവിടെ ഇപ്പം അവർ ഈ പറഞ്ഞ ഫെൻസിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് ഫെൻസിങ് എല്ലാം ചെയ്തിട്ടുണ്ട് ആന വരാതിരിക്കാനായിട്ട്. കുറച്ചൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ട്. എങ്കിലും നമ്മൾ പറഞ്ഞ വൈകുന്നേരങ്ങളിലും അതുപോലെ രാവിലെ ഒന്നും പുറത്തോട്ടിറങ്ങി ഒന്നും നടക്കാതിരിക്കുക. ഇവിടെ തന്നെ നമുക്ക് നിന്ന് ആസ്വദിക്കാനുള്ള കാഴ്ചകൾ ആവശ്യം പോലെ ഉണ്ട്. അപ്പോൾ ഈ ബംഗ്ലാവിൻ്റെ റീമേക്കിങ് അതായത് കുറച്ചൊക്കെ അവർ മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് അതായത് പരമ്പരാഗതമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ നിലനിർത്തിക്കൊണ്ട് എന്നാണ് എല്ലാം ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ കയറി വരുന്ന റൂം ഇതാണ്. ഒരു ഹാള്, ചെറിയ ഹാള്. അതിനുശേഷം മെയിൻ ഹാളാണിത്. ഇവിടെ പോലെ പഴയ നമുക്ക് നല്ല രീതിയിൽ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് ഒരു വൈബായിട്ടാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത് എല്ലാം. ഇതിപ്പോൾ നമ്മൾ താമസിച്ചതിന് ശേഷം കുറച്ച് അലമ്പായിട്ടുണ്ട്. എങ്കിലും നമ്മൾ കാണുന്നതിന് വേണ്ടിയുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഓരോ റൂമും നമുക്ക് എല്ലാ റൂമും കാണിക്കാൻ പറ്റുമെന്ന് നോക്കാം. എങ്കിലും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഇതാണ് മെയിൻ ഹാള്. ഇതിന് ശേഷം നമുക്ക് തൊട്ട് 2 ബെഡ്റൂമുണ്ട്. അല്ലാതെ തന്നെ 2 അല്ല 3 ബെഡ്റൂം. അതുകൂടാതെ അതിനകത്ത് വിശാലമായ ഈ പറഞ്ഞ ബാത്റൂം ആണെങ്കിലും ഡ്രസ്സിങ് റൂം ആണെങ്കിലും എല്ലാം വിശാലമായതാണ്. പണ്ടത്തെ രീതിയിലുള്ള ഒരു കൊളോണിയൽ ടച്ചുള്ള രീതിയിലാണ് എല്ലാം ചെയ്തേക്കുന്നത്. അതിന് കട്ടിലൊക്കെ കണ്ടില്ലേ. പിന്നെ അതുപോലെ എല്ലാ റൂമിലും ചെറിയ ചിമ്മിനിയുണ്ട്. ഈ പറഞ്ഞ തീ കൂട്ടിയിടാൻ വേണ്ടി നമുക്ക് അതായത് ചൂട് കിട്ടാൻ വേണ്ടി ഓരോ റൂമിലും. നല്ല തണുപ്പുള്ള സമയമാണല്ലോ. ഈ പറഞ്ഞ ഇപ്പോൾ അല്ലേ കുറച്ച് ക്ലൈമറ്റിലൊക്കെ ചേഞ്ച് വരികയൊക്കെ ചെയ്തത്. അപ്പം അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ അസഹനീയമായ തണുപ്പായിരിക്കും. അതുകൊണ്ട് എല്ലാ റൂമിലും